നമ്മളിത് എനിക്ക് തോന്നുന്നു നമ്മള് ഒഫീഷ്യലായിട്ട് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ കൂടുന്നത്, അല്ലാതെ നമ്മൾ പല പ്രാവശ്യം കണ്ടുമുട്ടിയിട്ടുണ്ട്. ഹിലാസാമിൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ ഒന്നാവാൻ പറ്റിയത്. എല്ലാവരും ഓരോരുത്തരും അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒന്നാവാനുള്ള ശ്രമം നടത്തിയതില് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ഹില എല്ലാവർക്കും ഒരു പൂക്കൾ കൊടുത്തുകൊണ്ട് ഒരു സ്വാഗതം ചെയ്യുന്നതാണ്. നമ്മുടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ഫോർമൽ രജിസ്ട്രാർ ആയിരുന്ന മോളിയമ്മ കടന്നു വരൂ മോളിയമ്മ. യെസ്. ഒരു സംശയം ആരോടും ചോദിച്ചില്ല, ഫോൺ വിളിച്ച് ചോദിച്ചില്ല, ഒന്നുമില്ല. സുരേഷ് ചേട്ടൻ നേരെ ഇങ്ങോട്ട് എത്തുക ചെയ്തത്. അയ്യോ എനിക്കുണ്ട്. നമസ്കാരം. കോട്ടക്കലിന്റെ പുന്നാര മോനായിട്ടുള്ള ഇക്കാമയാണ് കോട്ടക്കലിന്റെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായിട്ടുള്ള കോട്ടക്കലിന്റെ രാജാവ് ഇക്കാമ കടന്നു വരുന്നു. ഇക്കാമയെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സംഗീതജ്ഞനും നമ്മുടെ എല്ലാ ആസ്ഥാന ഗായകനും സുന്ദരനും സുമുഖനുമായ ഷാഫിയാണ്. ഷാഫിയെ ഞങ്ങൾ എല്ലാവരുടെയും പേരില് ഹിലാസാമിന്റെ പേരില് ഭയങ്കര സ്നേഹത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അയ്യോ പൂക്കൾ മേടിച്ചിട്ട് വീണത് കേട്ടോ പൂക്കൾ മേടിച്ചിട്ട് വീണത് ഹസി മാത്രമേ ഉള്ളൂ. സന്തോഷത്തോടു കൂടി രേവൻ ഇവിടെ വരുവാനായിട്ട് രേവൻ കാണിച്ച മനസ്സിന് ആദ്യമേ നന്ദി പറയുന്നു. അതോടൊപ്പം ഹാർട്ടി വെൽക്കം. തുടരുകയാണ്. മൈക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു മീറ്റപ്പിന് ആദ്യം തന്നെ മുന്നോട്ട് വന്നത്. അതിനുശേഷമാണ് ഇത് എങ്ങനെ നടത്തിയെടുക്കാമെന്ന്. കാരണം സിദ്ദിഖില്ല, പിന്നെ ആദ്യം ചേർന്ന ഒരുപാട് മുന്നോട്ട് വന്ന കുറെ ആൾക്കാർ നമുക്ക് ഇല്ലാതായിരിക്കുകയാണ്. ഒന്നാമത് സിദ്ദിഖിന് സുഖമില്ലാത്ത കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. ഹിലാസ് ഖാവിന്റെ ഗെറ്റ് ടുഗദർ പ്രോഗ്രാം മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സായം സന്ധ്യയിൽ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഹിലാസ് ഖാവിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എന്താ പറയാ കൾച്ചർ മൊത്തം മാറിയിട്ടുണ്ട് ആൾക്കാരുടെ. എന്താ പറയാ ജനറേഷൻ ഗ്യാപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. വിതിൻ 5 years ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ് ഇപ്പോഴത്തെ വ്യത്യാസങ്ങൾ. അപ്പൊ ഇപ്പോഴത്തെ ഈ 5 വയസ്സ് കൊച്ചി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയി ഇറങ്ങുന്ന ആളും കോട്ടയത്ത് പോയാൽ തൃശ്ശൂർ വന്ന് ഇറങ്ങുന്ന ആളും അത് എന്നെയും കൂടെ ചേർത്താന്ന് എനിക്ക് നല്ലോണം അറിയാം. I'm individually very restricted and limited in my own level of things. But ഇവിടെ ഹില ടീച്ചറുടെ ഈ കൂട്ടായ്മയിൽ വിളിച്ചപ്പോൾ ഞാൻ ഓടി ചാടി കയറി വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന, അതായത് കൂടുമ്പോൾ ഒരു ഇമ്പം വരണം. അതാണ് കുടുംബം എന്ന് പറയുന്നത്. ഇരിക്കാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹസിക്ക് മൈക്ക് തന്നു കഴിഞ്ഞാൽ ക്ലബ് ഹൗസിൽ എല്ലാവരും പറയുന്നതാ, ഹസിക്ക് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹസി മൈക്ക് അങ്ങ് മുങ്ങി കളയും. പിന്നെ